വേണ്ടി ഒരു കുടിവെള്ള ടാപ്പും കൂടി ഇന്ന് നമ്മുടെ വാർഡിന്റെ മെമ്പറായ ശ്രീമതി ജയ അവർകൾ ഈ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ആ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മുടെ ജയ മെമ്പർ നിർവഹിക്കും. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ അനുസ്മരണം എന്ന് പറയുമ്പോൾ ദീർഘിപ്പിച്ച് ഞാനൊരു പ്രഭാഷണം നടത്തുന്നില്ല. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ഐക്യം, ശക്തി എന്നുള്ളത്. ആ ബഹുസ്വരത എന്ന് പറയുമ്പോൾ 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ജനങ്ങളും ഇന്ത്യക്ക് വേണ്ടി പാടുപെട്ട് പടപൊരുതി സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ധാരാളം കോളനി വാഴ്ചകളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ച് ബഹുസ്വര സമൂഹമായ ഒരു ഇന്ത്യയാക്കി തീർക്കുവാൻ ആ സന്തോഷത്തിൽ അനുസ്മരണം, ആ സന്തോഷത്തിൽ സ്മരിക്കുക എന്ന ഓർമ്മയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ബഹുസ്വരതയെ ആഘോഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. ആ ജനാധിപത്യം നശിച്ചു പോകാതെ, നശിപ്പിച്ചു കളയാതെ അതിനെ ശക്തമായി നിലനിർത്തുവാൻ ANCT പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ മുഴുവൻ പ്രസ്ഥാനങ്ങളും മത, രാഷ്ട്രീയ, വർഗ, വർണ്ണ വിഭജനങ്ങൾക്ക് അതീതമായി ഒത്തൊരുമയോടുകൂടി നിൽക്കുവാനും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി കൂടുതൽ പൊരുതാനും ശക്തമായി നിലനിൽക്കുവാനും വർഗീയ ഫാസിസം തകർന്ന് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മെമ്പർമാരും, ഓരോ സഹോദരന്മാരും ഈ ഐക്യദാർഢ്യത്തോട്, ഇന്ത്യയുടെ ശക്തിയോട്, ഇന്ത്യ ഇന്ന് വലിയ വികാസം പ്രാപിച്ച ഒരു രാജ്യമാണ്. 125 രാഷ്ട്രങ്ങളെ വികസിത രാഷ്ട്രമായി എണ്ണിയാൽ 111ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ ശക്തിയായി ഇന്ന് ഇന്ത്യ മാറി. മാത്രമല്ല, ഇന്ത്യയുടെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായ 3ാം രാജ്യമായി ഇന്ത്യ മാറുന്നു. അതെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്ന വലിയ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമായി ദേശീയ പതാക ഉയർത്തലോടുകൂടി അടുത്ത കുടിവെള്ള ടാപ്പിന്റെ ഉദ്ഘാടനം നമ്മുടെ സഹോദരി വാർഡ് മെമ്പർ ജയ ഉദ്ഘാടനം ചെയ്ത് ഈ കർമ്മം അതിൽ സഹകരിക്കുന്ന എല്ലാവരെയും അങ്ങേയറ്റം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം ഒരുമയോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ, ജാതി, മത, വർഗ, വർണ്ണ, ഭാഷകൾക്കതീതമായി ശക്തമായി ഒരുമയോടെ നിൽക്കുവാൻ ജഗദീശ്വരനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വന്നു ചേർന്ന എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ ANCT എന്ന ഈ മദ്രസത്തുൻ നൂരിയ സ്ഥാപനത്തിൽ നടക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും പ്രോത്സാഹനവും ഈ സ്ഥാപനത്തെ ഉയർത്തിയെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിന്റെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ഗുണകാംക്ഷയും പ്രതീക്ഷിക്കുന്നു. ഈ മഹനീയമായ സദസ്സിൽ ഒരു ആശംസ പറയുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പറെ ക്ഷണിക്കും. ഏറെ പ്രിയമുള്ള ANCTയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ ബദറുദ്ദീൻ മൗലവി, അതുപോലെ നമ്മുടെ ഈ തോന്നയ്ക്കൽ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സബീർ മൗലവി, ANCTയുടെ ഭാരവാഹികളായിട്ടുള്ള നസീർ, മറ്റെല്ലാ ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് നമ്മുടെ 78ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ANCT ലൈബ്രറി ഇന്ന് വളരെ നല്ല ഒരു പുണ്യകർമ്മമാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ളം രൂക്ഷമായ വേനൽക്കാലമായാൽ വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ദാഹജലം കൊടുക്കുക എന്നുള്ളതും അവിടെ മനുഷ്യജീവന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് സബീർ മൗലവി ഉൾപ്പെടെയുള്ള ANCTയുടെ ഭാരവാഹികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു കുടിവെള്ളം സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഈ മഹത്തായ കാര്യത്തിന് ഞാൻ അഭിനന്ദിച്ചുകൊണ്ടും ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. മഹത്തായ പരിപാടിയിൽ നന്ദി അറിയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൊതുപ്രവർത്തകനായ നസീർ തോന്നിക്കലിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ
അധ്യക്ഷനും നമ്മുടെ പ്രിയങ്കരനായ ചെയർമാനുമായ ബദറുദ്ദീൻ മൗലവി ഉസ്താദ് അവറുകൾ, എന്റെ പ്രിയ സുഹൃത്ത് സബീർ മൗലവി, നൌഫൽ മൗലവി, സുമീർ മൗലവി, ബുഹാരി തോന്നയ്ക്കൽ, ഹനീവ സാഹിബ്, ഏറെ സ്നേഹിതയും ഈ നാട്ടിന്റെ വാർഡ് മെമ്പറുമായ ജയകുമാരി അവറുകൾ, ഈ സന്ദേശം, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള സന്ദേശം ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഉസ്താദ് ചുരുങ്ങിയ വാക്കിൽ നമ്മളോട് പറയുകയുണ്ടായി. അതിലുപരി വാർഡ് മെമ്പറോട് എനിക്ക് പറയുവാനുള്ള ഒരു അഭ്യർത്ഥന, ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ എത്രയും പെട്ടെന്ന് ഹൈമാസ് ലൈറ്റ് തരണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ കുടിവെള്ളം നമ്മുടെ നാട്ടിന് എന്നേക്കും ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ഇത് സ്ഥാപിച്ചു തന്ന ബഹുമാനപ്പെട്ട പ്രവാസി സഹോദരന്റെ ഭാര്യയുടെ മഗ്ഫിറത്തിന് ഇതൊരു കാരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ മഹനീയമായ പരിപാടി ദേശീയ പതാക ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാനനായ ചെയർമാൻ ബദറുദ്ദീൻ ഉസ്താദിനെ ക്ഷണിച്ചു. ഇതെല്ലാം വരണം കേട്ടോ.